ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ അത്രയും ഫേമസ് ആണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പുസ്തക പ്രസാധകരും റൈറ്റേഴ്സും എല്ലാവരും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് മൊറോക്കോൻ്റെ ഒരു പവലിയനാണ് നമുക്ക് കാണാൻ പറ്റുക. ചെറിയൊരു രീതിയിലൊരു പവലിയനാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സാറ്റർഡേ പോയ കാരണം കൊണ്ട് തന്നെ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതായത് ഈ ബുക്ക് ഫെയറിലേക്ക് മാത്രമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ, പിന്നെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും ഫിലിം സ്റ്റാർസും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. അവരുടെ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ മൊറോക്കോ പവൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് കയറിയത്. അപ്പോൾ കുറേ അറബിയിലൊക്കെ എഴുതി വെച്ച്, കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ മൊറോക്കൻ ഫ്ലാഗും അവരുടെ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോസും, എനിക്ക് തോന്നുന്നു അവരുടെ കൾച്ചർ, മൊറോക്കൻ്റെ കൾച്ചർ എന്താണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ബുക്സും കാര്യങ്ങളും അവരുടെ തനതായ കൾച്ചർ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്കിത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കാനും കാര്യങ്ങളൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് തന്നെ. എന്നാൽ പോലും ഏകദേശം കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതവിടെയൊക്കെ ഒരു സെഷൻ പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ അവരുടെ കൾച്ചറാണ്. നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്, അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്, മൊറോക്കൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ അറബിയിലാണ് എഴുതി വെച്ചത്. അത് കാരണം കൊണ്ട് തന്നെ എന്താണ് എഴുതി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഒരു കിഡ്സിൻ്റെ സെക്ഷനൊക്കെ അവിടെ ഉണ്ട്. സംഭവം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുവരെ ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിന് പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അത് ഏകദേശം അവസാനിക്കാൻ നവംബർ 17 ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഫ്രീ എൻട്രി ആണല്ലോ, എൻട്രി ഫീസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടം കുട്ടികളൊക്കെ ഇട്ട് പോവുക. കുട്ടികൾക്കൊക്കെ ഒരുപാട്, അതായത് സ്കൂൾ കുട്ടികൾക്കൊക്കെ അവിടെ ഇത് മലയാളി ബുക്ക് ഇതുണ്ടല്ലോ, മലയാളത്തിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ അവിടെ, DC ബുക്സ്. അവിടെയൊക്കെ കുട്ടികൾക്ക് 10% ബുക്സ് വാങ്ങുമ്പോൾ ഓഫറുണ്ട്. അപ്പോൾ പിന്നെ മൊറോക്കോൻ്റെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ വലിയൊരു ദുബായ് TV ആണോ ഏതാണെന്ന് അറിയില്ല, അവിടെ വലിയൊരു മീഡിയ സ്റ്റേഷൻ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈവായിട്ട് അവിടെ ന്യൂസും കാര്യങ്ങളും, പിന്നെ ന്യൂസ് ആങ്കേഴ്സും വീഡിയോ എടുക്കുന്ന ആൾക്കാരും ലൈവായിട്ട് ഷൂട്ട് ചെയ്യും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് TV സ്റ്റേഷൻസ് ഇവിടെ കാണാം, റേഡിയോസിൻ്റെ കാണാം, TV ചാനൽസിൻ്റെ കാണാം. പിന്നെ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതായത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറയുന്നത് ഷാർജ തന്നെ വളരെ ഒരു പ്രൗഡായിട്ടുള്ള രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത്രയും എന്താ പറയുക, ഏതൊക്കെയോ രാജ്യത്തു നിന്നാണ് പറയുക, ഒരുവിധം എല്ലാ രാജ്യത്തിൻ്റെ ബുക്ക് സ്റ്റാളുകൾ ഉണ്ടാകും, എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത്, ഞാൻ വേറെ എവിടെയും പോയില്ല, മലയാളികളുടെ ഏരിയയായ ആ ഏരിയയിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞ പോലെ എന്തോരം തിരക്കായിരുന്നു അറിയാം. ഒരു DC ബുക്സാണ് ആക്ച്വലി ഇവിടെ എല്ലാ വർഷവും ഈ DC ബുക്സ് ഭയങ്കര ഫേമസ് ആണ്. അതെല്ലാവർക്കും അറിയാം. ഇവിടെ സ്ഥിരമായിട്ട് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിന് വരുന്നവർക്കറിയാം DC ബുക്സ് വലിയ സ്റ്റോറാവും അവരുടെ. പിന്നെ DC ബുക്സ് മാത്രമല്ല, ഒരുപാട് ചെറിയ അക്കാഫ്, ചിരന്തന പബ്ലിക്കേഷൻസ്, പ്രിയദർശിനി എന്ന് പറഞ്ഞ ഒരുപാട് ബുക്ക് സ്റ്റാളുകൾ, പിന്നെ എന്താ പറയുക, KNM, അങ്ങനെ ഒരുപാട് പിന്നെ ബുക്ക് സ്റ്റാളുകൾ നമുക്കിവിടെ കാണാം. ഒരുപാട് ടീംസിൻ്റെ ബുക്ക് സ്റ്റാളുകൾ നമുക്കിവിടുന്ന് കാണാം. നമുക്ക് ഇഷ്ടമുള്ള ബുക്സ് പോയി വാങ്ങാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയാളികളുടെ ഒരു നമുക്ക് ഇന്ത്യൻ അസോസിയേഷൻ ബുക്ക് സ്റ്റാളും അവരതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ സാധാരണ ഇതിൽ വരാറുണ്ട്. ഹസ്ബൻഡ് ഇപ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ബുക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും തിരക്കാണ്. അതായത് ആളുകൾ മുട്ടി നടക്കാൻ പറ്റില്ലെന്ന് പറയില്ല, അങ്ങനെ തിരക്കാണ്. ഒരുപാട് ഈ സുസ്മിത എന്ന് പറയുന്നത് തന്നെ ഞാൻ അറിയുന്ന ഒരു ലേഡിയുടെ ബുക്സാണ്. ഇതിപ്പോൾ ഈ ഭാഗത്താണ്, റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെയാണ് നമ്മൾ പുസ്തകം എഴുതിയവരുടെ പുസ്തക പ്രകാശനവും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മുന്നിൽ ഭയങ്കര തിരക്കാണ്. അതായത് എവറി 1 hour ഗ്യാപ്പിലിട്ടാണ് പ്രകാശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹരിതം ബുക്സ്, അങ്ങനെ ഓരോരോ ബുക്ക് സ്റ്റാളുകൾ നിങ്ങൾക്ക് കാണാം. ബുക്കിഷ് എന്ന് പറഞ്ഞതിൽ സാധാരണ ഹസ്ബൻഡിൻ്റെ റൈറ്റ് വരാം, ചെറിയൊരു ഷോർട്ട് സ്റ്റോറി പോലെ വരാറുണ്ട്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രാവശ്യം വന്നിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് കിഡ്സിൻ്റെ ഏരിയയിലോട്ടാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കിഡ്സിന് ഒരു പ്രത്യേക ഒരു
തീമൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളറും സെറ്റിങ്സും ഇൻറ്റീരിയറൊക്കെ എല്ലാം കൊടുത്തിട്ട് കിഡ്സിൻ്റെ മെയിനായിട്ടുള്ള കിഡ്സിൻ്റെ ഏരിയ ആണിത്. ഇവിടെ ഒരുപാട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെ കൂട്ടി വരിക. അവർക്ക് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും അവർക്ക് ഇംഗ്ലീഷിലുള്ള ചെറിയ ചെറിയ ബുക്സുകളുണ്ട്. കുട്ടികൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുട്ടികളായിട്ട് വരിക. ഇത് കാണിച്ചു കൊടുക്കുക. എഴുത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ബുക്ക് ഫെസ്റ്റിവലൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാട്ടിലൊന്നും ഇത്രയും വലിയ ബുക്ക് ഫെസ്റ്റിവൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പോലും അറിയാം. അത്രയും ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവർ ഈ ബുക്ക് ഫെസ്റ്റിവൽ നടത്തി വെച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ കുട്ടി, അതായത് 9, 10, 11 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ബുക്സ് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിലുള്ള എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക, അതായത് ബുക്ക് തന്നെ വായിക്കുക. അതായത് ഇപ്പോൾ ഈ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതിപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂളിലെ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ കവിതാ പാരായണമാണ്. അവിടെ മലയാളം സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കവിതാ പാരായണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോളൊക്കെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഇത്രയാണ് വീഡിയോസ് കാണിക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി കാണിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.